കോഴിക്കോട് പന്തീരാങ്കാവ് KCB ഓഫീസിന് നേരെ ആക്രമണം. വൈദ്യുതി നിലച്ചതിൽ പ്രതിഷേധിച്ച് ഉപഭോക്താക്കളാണ് ഓഫീസ് ആക്രമിച്ചത്. KCB അധികൃതർ പോലീസിൽ പരാതി നൽകി. AK അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ കേസുമായിരിക്കുന്നു. നികേഷെ, അറിയാവുന്നതുപോലെ തന്നെ കടുത്ത ചൂടാണ്, ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ പന്തീരങ്കാവ് ഈ KCB ഓഫീസിന്റെ പരിധിയിൽ 330 ആംപിയർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ചയോട് കൂടി തന്നെ ഈ ശേഷി മറികടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. കാരണം രാത്രി 11 മണിയോട് കൂടി തന്നെ 330 ആംപിയർ എന്ന് പറയുന്ന അത് ക്രോസ് ചെയ്യുകയും ഫീഡർ ഫാൾട്ടാകുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെയാണ് പ്രകോപിതരായ ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ ഓഫീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. നമുക്കറിയാം, ഈ ഈ ബോർഡിന് നേരെ കല്ലെറിയുണ്ടായും ബോർഡ് പറച്ചു കീറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രില്ല്, ഇവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസർ ഉടൻ തന്നെ അടച്ചതുകൊണ്ട് ഈ പ്രകോപിതരായ 15ഓളം ആളുകൾക്കുള്ളിൽ കടക്കാൻ കഴിയാതെ പോയത്. പക്ഷേ അവർ അസഭ്യമായ രീതിയിൽ തന്നെ പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസർ പറയുന്നത്. മറ്റുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ പുറത്ത് ഈ ഫാൾട്ടായ സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി പുറത്തേക്ക് പോയിരുന്നു. ഏതായാലും ഈ സബ് എഞ്ചിനീയർ നമുക്കൊപ്പം ചേർന്നു, നന്ദകുമാറും നമുക്കൊപ്പം ഉണ്ട്. എന്താണെന്ന് സംഭവിച്ചത്? വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് 11:30 മണിയാവുന്ന സമയത്ത് നമ്മുടെ നല്ലളം ബസാർ ഫീഡർ, നമ്മുടെ സെക്ഷൻ പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീഡറായ നല്ലളം ബസാർ ഫീഡർ ഓവർലോഡായി ട്രിപ്പാവുകയും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമിൽ നിന്നും സബ്സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് ഫീഡർ 330 ആംപിയർ ക്രോസ് ചെയ്ത കാര്യം അറിയിക്കുകയും ഉടനെ തന്നെ ഒരു 20 ആംപിയർ ലോഡ് ഉടനെ തന്നെ കട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് തന്നു. ആ നിർദ്ദേശപ്രകാരം നമ്മൾ മണക്കടവ് ഭാഗത്തേക്കുള്ള പന്തീരങ്കാവ് അത്താണി മുതൽ മണക്കടവ് ഭാഗത്തേക്കുള്ള 8 ട്രാൻസ്ഫോമറുകൾ ഓഫാക്കിയിട്ട് ഫീഡർ ചാർജ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ 60ഓളം ട്രാൻസ്ഫോമറുകൾ ഫാൾട്ടിലേക്ക് ഓഫാക്കിയിടേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം 8 ട്രാൻസ്ഫോമർ ഓഫാക്കിയിട്ട് ഫീഡർ ചാർജ് ചെയ്തു. ഈ ഫീഡർ ചാർജ് ചെയ്തു ഈ സമയത്താണ് 12 മണി കഴിഞ്ഞ സമയത്താണ് ആ ഭാഗത്തുള്ള ഏതാനും ആളുകൾ, നമുക്കറിയില്ല, അവർ വന്നിട്ട് ഓഫീസിൽ കയറി ആ സമയത്ത് ഫോൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രകാശൻ ഓവർസിയർക്ക് നേരെ അസഭ്യം പറഞ്ഞു. ഇത് ഉടനെ പുള്ളി അകത്തുള്ള ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ട് ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കി. ഏതാണ്ട് 2 മണിക്കൂറോളം വൈദ്യുതി തടസ്സപ്പെട്ടു. ഇല്ലില്ല, അതായത് നമ്മളെന്താ ചെയ്തത് വെച്ചാൽ, സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞത് 6 മുതൽ രാത്രി 10 മണിയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 മണിക്ക് ശേഷമാണ് ഫീഡറുകൾ ലോഡാവുന്നത്. ഒരുപാട് AC ഉപയോഗിക്കുന്നതാണ് പ്രധാന കാര്യം. AC 28 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു വിഷയം ഉണ്ടാവില്ല. ആളുകളെല്ലാം 20 അല്ലെങ്കിൽ 18 സെറ്റ് ചെയ്യുന്നതാണ് ഈ ഫീഡറൊക്കെ ലോഡ് കൂടുന്നതിൻ്റെ പ്രധാന കാരണം. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പന്തീരങ്കാവ് പ്രിൻസിപ്പൽ SI സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഏതാണ്ട് 15ഓളം ആളുകളാണ് ഇവിടെ അതിക്രമിച്ച് കയറുകയും ഇതിന് ഓഫീസിന് നേരെ കല്ലെറിയുകയും ചെയ്തത്. ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ അടുത്തുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ അടുത്ത് തന്നെ CCTV ഉണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അകത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 15ഓളം ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഈ 15ഓളം ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഇവരെ കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും അതൊക്കെ ചെയ്യാവുന്ന നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഉപയോഗം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. KCBയെ സംബന്ധിച്ച് നിസ്സഹായാവസ്ഥയിൽ തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം വലിയ തരത്തിൽ ഉപയോഗം വരുമ്പോൾ ഈ ഫീഡറുകൾ ഫാൾട്ടാകുകയും അത് ഡ്രിപ്പാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ബോധവാന്മാരാകണം. KCB ഓഫീസിന് നേരെ അക്രമം ഉണ്ടാകരുത് എന്ന് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അക്രമ സംഭവങ്ങളിലേക്ക് കടന്നത് എന്ന് വേണം പറയാൻ. കോഴിക്കോട് നികേഷ്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്.